ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾക്ക് എന്ത് വർക്കൗട്ടാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. വർക്കൗട്ട് തുടങ്ങാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ മസിൽ ബിൽഡിങ്ങിന് ഫസ്റ്റ് വേണ്ടത് നിങ്ങൾ ആദ്യം ഒരു ബേസ്മെൻ്റാണ് പണിയാനുള്ളത്. അപ്പോൾ ആ ബേസ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കുറച്ച് ഹോം വർക്കൗട്ടിലാണ് തുടങ്ങാനുള്ളത്. ഓക്കെ, ഹോം വർക്കൗട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഇതൊരു 1 മാസം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് സ്ട്രെങ്തും എൻഡ്യൂറൻസും ഒക്കെ കിട്ടാനുള്ള നല്ല എഫക്റ്റീവ് വർക്കൗട്ട്സാണ് പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോവാം. ഫസ്റ്റ് ഡേ, അതായത് ഡേ 1 എന്ന് പറയുമ്പോൾ അപ്പർ ബോഡി കോൺസെൻട്രേറ്റ് ചെയ്തുള്ള 2 വർക്കൗട്ട്സാണ് വരുന്നത്. ഒന്ന് നമ്മളെ സാധാ നോർമൽ പുഷപ്സ് ആണ്. ഈ നോർമൽ പുഷപ്സ് പറ്റാത്തവർ നീ പുഷപ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിക്കുന്ന പോലെ ഫുൾ പുഷപ്സ് ചെയ്യാൻ പറ്റുന്ന നോർമൽ പുഷപ്സ് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നീ പുഷപ്സ് ചെയ്യാം. ഇനി സെക്കൻഡ് വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ പുള്ളപ്പാണ്. പുള്ളപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ എന്താണ്, നിങ്ങൾക്ക് കറക്റ്റ് പുള്ളപ്പ് ബാർ വേണമെന്നില്ല. നിങ്ങൾക്ക് മരക്കൊമ്പോ അല്ലെങ്കിൽ സൺഷെയ്ഡോ, ഞാൻ സൺഷെയ്ഡാണ് എത്തിക്കുന്ന, സൺഷെയ്ഡിലൊക്കെ നമുക്ക് പുള്ളപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ പുഷപ്സിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചലഞ്ചായി ചെയ്യാനുള്ള ഒരു ദിവസം 50 പുഷപ്സും 20 പുള്ളപ്സും ആയാണ് ചെയ്യാനുള്ള ഒരു ദിവസം. അതായത് രാവിലെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഒരു ഡേ എടുത്ത് 50 പുഷപ്സും 20 പുള്ളപ്പും എടുത്ത് നിങ്ങൾ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഡേ 1. അപ്പർ ബോഡിക്കുള്ള നല്ല എഫക്റ്റീവ് വർക്കൗട്ട്സ് ആണ് 2 അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ദെൻ ഡേ 2 നേരത്തെ നമുക്ക് ചെയ്യാൻ പോകുന്ന ലോവർ ബോഡി വർക്കൗട്ടാണ്. അതായത് സ്ക്വാട്ടും പിന്നെ കർവ്സ് റൈസസും. അതായത് സ്ക്വാട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 50 സ്ക്വാട്ട് കറക്റ്റ് പെർഫോമൻസ് കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുക. നിങ്ങൾ ഈ കറക്റ്റ് മൂവ്മെൻറ്റ് തന്നെ സ്ക്വാട്ട് ചെയ്താലേ നിങ്ങൾക്ക് അതിന് എഫക്റ്റീവ് വർക്കൗട്ട് കിട്ടുള്ളൂ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ കാഫ് റൈസസ്, അതായത് നമ്മളെ കൈ കാണിക്കുന്ന പോലെ നമ്മുടെ ഒരു വാളിലൊന്ന് ഫിക്സ് ചെയ്യുക, ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയാണ് അത്. ദെൻ നമ്മുടെ കാലിൽ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ടോയിൽ തന്നെ ലിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാഫ്സ് നല്ല വർക്കൗട്ടാണ് അത്. ഇത് സ്ക്വാട്ട്സ് 50 എണ്ണം, ഈ കാഫ് റൈസസ് 30 എണ്ണമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾ ലോവർ ബോഡി വർക്കൗട്ട്. പിന്നെ മൂന്നാമതായിട്ട് ലാസ്റ്റ് ഡേ 3 ഉള്ളതാണ് നമ്മുടെ ആബ്സിനും നമ്മുടെ കാർഡിയോയ്ക്കും വേണ്ടിയുള്ള വർക്കൗട്ട്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ആംസിന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ നിൽക്കാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് സിറ്റപ്സ് ഉണ്ട്. സിറ്റപ്സ് ഒരു 50 എണ്ണം 50 സിറ്റപ്പ് ചെയ്യുക. ദെൻ ബർപ്പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാർഡിയോയ്ക്കുള്ള വർക്കൗട്ടാണ് ബർപ്പീസ്. അല്ല, ഹൈ എഫക്റ്റീവ് ടെസ്റ്റോസ്റ്റെറോണൊക്കെ കൂട്ടാനുള്ള നല്ലൊരു വർക്കൗട്ടാണത്. അപ്പോൾ നിങ്ങൾ ഇത് ഈ വർക്കൗട്ട് ചെയ്യുക. പിന്നെ എന്നും സ്പ്രിന്റിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അത് പോവുക. അപ്പോൾ 1 മാസം കഴിഞ്ഞ്, അതായത് വീക്ക് 4 4 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി വേറെ വീഡിയോസ് വേണം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക, കൂടുതൽ കമൻറ്റ് ചെയ്യുക. ദെൻ ബൈ.